ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അത് കേരളത്തിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വ്യാപാരികളും ചേംബറിലൊക്കെ തർക്ക വിഷയമായി. അതിപ്പോൾ അവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ കിട്ടും. എന്നാൽ ഞാനത് പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയല്ല. ഓരോ ഇൻവെസ്റ്റേഴ്സിനെയും കേന്ദ്ര ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ഡയറക്റ്റായിട്ട് വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഈ ഒരു അവാർഡ് കൊടുക്കുന്നത്. അപ്പം ഇത്രയും അധികം, അതിപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ആരാ ഭരിക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ ഭരിക്കണേ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആയി എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി ഓരോ മലയാളികൾക്കും വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മൾ അമേരിക്കയിലോ ലണ്ടനിലോ വേറെ എവിടെയെങ്കിലും പോയി ഒരു വലിയ ബിസിനസ്സുകാരനായാലും വീടിന്ന് പുറത്തിറങ്ങിയാൽ പോലും നമ്മൾ ആരും അറിയില്ല. അപ്പം നമ്മളെപ്പോഴും ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മൾ നമ്മുടെ മക്കളെ വലുതാക്കി എടുക്കണമാതിരി തന്നെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ LDF ആയാലും UDF ആയാലും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു മകുട ഉദാഹരണമാണ് ഇപ്പോൾ നമുക്കിത് തുറക്കാൻ സാധിച്ചത് വളരെ കുറച്ച് സമയം കൊണ്ട്. ചേട്ടൻ അത് ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇത് ഗവൺമെന്റൊക്കെ അത് എന്ന് സാങ്ഷൻ കിട്ടാൻ എന്ന് കിട്ടും, എന്നാലും ട്രയൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഫയൽ കൊടുത്തത്. പെട്ടെന്ന് തന്നെ അത് സാങ്ഷനായി കിട്ടി. അപ്പോൾ ഇത് വലിയൊരു വിജയമാണ്. ഇങ്ങനെ കേരളത്തിൽ കുറേ ഡെവലപ്മെന്റ്സ് ഉണ്ടായാൽ മാത്രം തന്നെ കേരളത്തിൻ്റെ എക്കോണമിക്ക് വ്യത്യാസങ്ങൾ വരുള്ളൂ. അതിനുള്ള ഒരു വലിയൊരു തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. പിന്നെ മീഡിയ ഒക്കെ ഒരു സ്റ്റാൻഡ് അവർക്കുണ്ടെങ്കിൽ ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറില്ല. ഇപ്പം കാലങ്ങളായിട്ടൊരു നെഗറ്റീവ് സ്റ്റാൻഡാണ് മീഡിയ, അത് അങ്ങനെ തന്നെ പോകുള്ളൂ. ഇന്നും മിനിസ്റ്റർ വന്ന് ഇവിടെ സംസാരിച്ചപ്പോഴാണ് നമുക്കൊക്കെ അഭിമാനം തോന്നിപ്പോയി, കേരളത്തിൽ തന്നെയല്ലേ നമ്മൾ ജീവിക്കണേ എന്നുള്ളത്. മാത്രമല്ല, നമുക്ക് നമ്മുടെ പുതിയ ജനറേഷനോട് ആലോചിക്കുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, ഇനി ഇവിടെ നിന്നാൽ ഫ്യൂച്ചർ ഉണ്ടോയെന്ന്. ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതും കേരളം മുന്നോട്ട് പോകണു എന്നറിഞ്ഞതിൽ നമുക്കൊക്കെ സന്തോഷിക്കാം. ഈ ഗവൺമെന്റിനും മന്ത്രിക്കും ഇതിനോട് ഒറ്റ പ്രവർത്തിച്ച അവരുടെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെയധികം സഹായിക്കുന്നവരും എല്ലാത്തിനും ഒപ്പം നിന്നവരാണ്. ഷീബ അല്ലേ, വളരെയധികം നമ്മുടെ ഈ വക ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് വരുന്നൊരു കാലഘട്ടമാണ്. മറ്റേ നമ്മൾ ഓഫീസിൽ പോയാൽ ഇന്ന് ആളില്ല, മറ്റന്നാൾ വരും, നാളെ വരും എന്ന് പറഞ്ഞതിന് പകരം നമ്മൾ അന്വേഷിച്ച് വരികയാണ് ചെയ്യുന്നത്. അത് ആ ഡിപ്പാർട്ട്മെന്റിൽ ഹെഡായ മിനിസ്റ്ററുടെ ഒരു പവർ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. സൗകര്യമുള്ളവർ ധൈര്യമായി മുന്നോട്ട് വരണം, പുതിയ തലമുറ. അല്ല, ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു വാഗ്ദാനമായി കണക്കാക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചത് ആ ജീവാനന്ദം തൊഴിൽ ചെയ്യാനല്ല, ഒരു 10 പേർക്കെങ്കിലും ഞാൻ തൊഴിൽ കൊടുക്കും എന്നുള്ള രീതിയിൽ നാം ഒരു സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തായാലും ഇന്നത്തെ ഈ കല്യാണ ക്രാഫ്റ്റ് വിജയങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് കയറട്ടെ എന്നും അവർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു.